ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓറിയോ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീമാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാനായിട്ട് 1.5 കപ്പ് നല്ല തണുത്ത വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഒരു കപ്പിൻ്റെ അളവായിട്ട് നിങ്ങൾ എടുത്താൽ മതി. മെഷർമെൻറ്റ് കപ്പ് ഒന്നും വേണമെന്നില്ല. ആ കപ്പിന് തന്നെ ബാക്കിയുള്ള ചേരുവകളും എടുത്താൽ മതി. പിന്നെ നമ്മളിത് വിപ്പിംഗ് ക്രീം കേക്കിന് എടുക്കുന്നത് പോലെ നല്ല ലിക്വിഡ് ഫോമിലായിരിക്കണം എന്നൊന്നുമില്ല. കുറച്ച് ഐസൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് നന്നായിട്ട് ഇതുപോലെ വിപ്പാക്കി എടുക്കാം. ബീറ്റർ വെച്ചിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി മിക്സിയുടെ ജാർ ഉപയോഗിച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ വിപ്പാക്കി എടുക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ഒരു 1/4 കപ്പ്, നിങ്ങൾ എടുക്കുന്ന അളവ് പാത്രത്തിന് 1/4 പാത്രം പാല് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് ഇപ്പം 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മിൽക്ക് മെയ്ഡും പാലും ഈ ക്രീമിനകത്ത് നന്നായി ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ യോജിച്ച് വരണം. ഇത് ബീറ്റാക്കി എടുക്കുകയല്ല, മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി മിക്സ് ആയിട്ട് വരുമ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഐസ്ക്രീമിന് ഒരു ഫ്ലേവർ വേണ്ടേ, അപ്പോൾ ആ ഒരു ഫ്ലേവറായിട്ട് ഞാനിപ്പോൾ വാനിലയാണ് ചേർത്തിട്ടുള്ളത്. വാനില എസൻസ് കൂടെ ഇതിനകത്തൊന്ന് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനിയാണ് നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ പ്രധാനപ്പെട്ട ചേരുവയായിട്ടുള്ള അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് നമ്മൾ ഓറിയോ ഐസ്ക്രീം ആയതുകൊണ്ട് തന്നെ ഓറിയോ ബിസ്ക്കറ്റ്സ് നന്നായി ഒന്ന് പൊടിച്ച് ഞാൻ ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ 1.5 കപ്പ് ക്രീമിൻ്റെ ഐസ്ക്രീമിലേക്ക് 12 ഓറിയോ ബിസ്ക്കറ്റാണ് പൊടിച്ച് ചേർത്തിട്ടുള്ളത്. ഇത് നന്നായി ഇതിലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ സ്പാച്ചുല വെച്ചോ ഒരു സ്പൂണ് വെച്ചോ ഒരു തവി വെച്ചോ നിങ്ങൾക്ക് ഉള്ളത് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലായിടത്തേക്കും നമ്മുടെ ചേർത്തിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് എത്തുന്ന രീതിയിൽ നന്നായി തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീമിലേക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് നന്നായി ഒന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ബാറ്റർ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതൊന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 6 മണിക്കൂർ, നല്ല തണുപ്പുള്ള ഫ്രിഡ്ജാണെന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റായിട്ട് കിട്ടും. ഞാനിപ്പോൾ ഒരു നോർമൽ ഫ്രിഡ്ജിൻ്റെ, എല്ലാവർക്കും നല്ല കണ്ടീഷനായിട്ടുള്ള ഫ്രിഡ്ജ് ആയിക്കോണമെന്നില്ലല്ലോ, അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന ഒരു ടൈമാണ് പറയുന്നത്. ഒരു 6 മുതൽ 8 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തായിട്ടും ഐസ്ക്രീം സെറ്റായി വരും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണിത്. 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴും എനിക്ക് ഇതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനൊരു 6 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്ത് നോക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള നല്ല സ്മൂത്തായിട്ടുള്ള അടിപൊളി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. നമ്മുടെ ആ ഓറിയോ ബിസ്ക്കറ്റും അതിൽ ചേർത്തിട്ടുള്ള വാനില എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ലോക്ക്ഡൗണിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം.